നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്നോടത്ത് പുതിയ IPO വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. GPT ഹെൽത്ത് കെയർ ലിമിറ്റഡ് എന്നുള്ളൊരു കമ്പനിയുടെ IPO വിശേഷമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മിഡ് സൈസ് ആയിട്ടുള്ള ഫുൾ സർവീസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് ഈ കമ്പനി GPT ഹെൽത്ത് കെയർ എന്നുള്ളത്. ഇതിൻ്റെ ഇഷ്യൂ ഫെബ്രുവരി 22 മുതൽ 26 വരെയാണ് ഓപ്പൺ ആയിരിക്കുന്നത്. ഇവർ 525.14 കോടി രൂപയുടെ ഇഷ്യൂ ആണ് നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇഷ്യൂവിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. GPT ഹെൽത്ത് കെയർ ലിമിറ്റഡ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മിഡ് സൈസ് ആയിട്ടുള്ള ഒരു ഫുൾ സർവീസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ ശൃംഖലയാണ്. ഇവർക്ക് 4 ഹോസ്പിറ്റൽസാണ് പ്രധാനമായിട്ടും കിഴക്കൻ സൈഡിൽ ഉള്ളത്. 561 ബെഡുകൾ അവരുടെ ഈ ഹോസ്പിറ്റലുകളിലാകെ ഉണ്ട്. അത് മാത്രമല്ല, പീഡിയാട്രിക് മുതൽ ഓൺകോളജി വരെയുള്ള 35 സ്പെഷ്യാലിറ്റി സർവീസസും ഹോസ്പിറ്റലിൽ ലഭിക്കുന്നതാണ്. അതായത് സ്പെഷ്യലിസ്റ്റിനെ കാണുന്നത് മുതൽ ഒരു സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെൻറ്റ് വരെയുള്ള എല്ലാ സൗകര്യങ്ങളും GPT ഹെൽത്ത് കെയർ ലിമിറ്റഡിൽ ലഭ്യമാണ്. 4 ഹോസ്പിറ്റൽസ് ഉണ്ടെന്ന് പറഞ്ഞത് ബംഗാളിൽ തന്നെ ദംദം, സോൾട്ട് ലേക്ക്, ഹൗറ ഇത്രയും സ്ഥലങ്ങളിലാണ്. അതുകൂടാതെ ത്രിപുരയിലെ അഗർത്തലയിലും ഒരു ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ ഇത് 1855 എംപ്ലോയീസാണ് ഇവരുടെ പേറോളിൽ ഉള്ളത്. ടോട്ടൽ 85 ഫുൾ ടൈം ഡോക്ടേഴ്സും 465ഓളം വിസിറ്റിംഗ് കൺസൾട്ടൻസുമാണ് ഹോസ്പിറ്റലിലുള്ളത്. ഇനി പ്രൊമോട്ടേഴ്സ് ആരാന്ന് നോക്കാം. ദ്വാരിക പ്രസാദ് താന്തിയ, അദ്ദേഹമാണ് ഇതിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടർ. ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡോക്ടർ ഓം താന്തിയ, ശ്രീ ഗോപാൽ താന്തിയ, പിന്നെ GPT സൺസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു കോർപ്പറേറ്റ് എൻറ്റൈറ്റി. ഇവരുടെ കൈവശം ഇഷ്യൂവിന് തൊട്ട് മുമ്പ് 67.34% ഓഹരികളുമുണ്ട്. ടോട്ടൽ 525.15 കോടി രൂപയാണ് അവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നതെങ്കിലും അതിൽ 40 കോടി രൂപ മാത്രമേ ഫ്രഷ് ഓഹരികളുള്ളൂ. അതിൽ തന്നെ 13.21 കോടി രൂപ അവർ ഫ്രഷ് മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങാനായിട്ട് ഉപയോഗിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കി കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപകരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 485.15 കോടി രൂപ ബാക്കിയുള്ളത് ഓഫർ ഫോർ സെയിലാണ്. അത് നിർവഹിക്കുന്നത് ബനിയൻ ട്രീ ഗ്രോത്ത് ക്യാപിറ്റൽ 2 LLC എന്ന് പറയുന്ന ഒരു മൗറീഷ്യസ് പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട് ഉണ്ട്. അവരാണ് ഇതിൽ ഫൈനാൻസ് ചെയ്തിരുന്നത്. 32.64 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് അവർക്ക്. അത് മുഴുവനായിട്ടും അവർ വിറ്റഴിക്കുകയാണ്. അതായത് 2.60 ഓഹരികൾ അവരുടേതായിട്ടുള്ളത് അവർ ഈ അവസരത്തിൽ ഇതിനോടൊപ്പം വിറ്റഴിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ബനിയൻ ട്രീ ഗ്രോത്ത് ക്യാപിറ്റൽ 2 LLC എന്ന് പറയുന്ന ആ മൗറീഷ്യസ് കമ്പനി ഇതിൽ നിന്ന് പൂർണ്ണമായിട്ടും വിറ്റ് മാറുകയാണ്. അപ്പോൾ ഇനി ഇത് പൂർണ്ണമായിട്ടും നമ്മൾ ഇന്ത്യക്കാരുടെ തന്നെ കൈവശത്തിലായിരിക്കും. അപ്പോൾ ഇനി കൂടാതെ EPS ഇതിൻ്റെ നോക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ വാല്യുവേഷൻസ് നോക്കുകയാണെങ്കിൽ 4.88 ആണ് EPS കാണുന്നത്. P റേഷ്യോ ആഫ്റ്റർ ഇഷ്യൂ 32.49 എന്നാണ് കാണുന്നത്. റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 23.77% ആയിരിക്കും. NAV 20.54 എന്നാണ് കാണുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പിയർ കമ്പനികൾ നോക്കാം. കുറേ ഹോസ്പിറ്റൽസ് ലിസ്റ്റഡ് ആയിട്ട് ഇതുപോലെയുള്ള കമ്പനികളുണ്ട്. നമ്മൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഈ അടുത്ത കാലത്ത് വരെ. ഗ്ലോബൽ ഹെൽത്ത്, പിന്നെ കിംസ്, അതോടൊപ്പം തന്നെ ജൂപ്പിറ്റർ ലൈഫ് ലൈൻ, യഥാർത്ഥ ഹോസ്പിറ്റൽ, കോവൈ മെഡിക്കൽ സെൻറ്റർ, ഷാൽബി, ഇതൊക്കെയാണ് ഇതിൻ്റെ പിയർ കമ്പനികളായിട്ട് കാണുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ലീഡ് മാനേജേഴ്സ് JM ഫിനാൻഷ്യൽസ് ലിമിറ്റഡ്, പിന്നെ രജിസ്ട്രാർ ലിങ്ക് ഇൻ ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡുമാണ്. ഇനി ഫിനാൻഷ്യൽ സൈഡ് നോക്കുകയാണെങ്കിൽ 2022 റവന്യൂ 323.22 എന്നാണ് കാണുന്നത്. 23-ആണെങ്കിൽ 326.76 കോടി രൂപയാണ് ഇതിൻ്റെ റവന്യൂ കാണുന്നത്. അതേസമയം നെറ്റ് ഇൻകം നോക്കുകയാണെങ്കിൽ 2022 41.66 2023 മാർച്ച് ആയപ്പോഴത്തേക്ക് അത് 39.01 എന്നുള്ള ലെവലിലേക്ക് മാറുന്നുണ്ട്. അതായത് 2022 നിന്നും 2023 വരുമ്പോൾ ആ ഒരു വർഷം കൊണ്ട് 7.11% റവന്യൂവിൽ ഉണ്ടാകുന്ന വർധന എങ്കിൽ നെറ്റ് ഇൻകത്തിൽ അറ്റാദായത്തിൽ 6.37% താഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്, നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഇതിൻ്റെ ഫിനാൻഷ്യൽ കണക്കുകൾ കാണിക്കുന്നത്.
നമുക്ക് GPT ഗ്രൂപ്പിൻ്റെ ILS ഹോസ്പിറ്റൽസിൻ്റെ IPO വിശേഷങ്ങൾ ഒറ്റ നോട്ടത്തിലൊന്ന് പരിശോധിക്കാം. ഫെബ്രുവരി 22 മുതൽ 26 വരെയാണ് ഇഷ്യൂ നീണ്ടു നിൽക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ 177 രൂപ മുതൽ 186 രൂപ വരെയാണ്. 40 കോടി രൂപയാണ് ഇതിൻ്റെ ഫ്രഷ് ഓഹരികൾ വഴി വിൽപ്പന വഴി അവർക്ക് ലഭിക്കുന്നത്. ബാക്കി 485.14 കോടി രൂപയ്ക്കുള്ളത് ഓഫർ ഫോർ സെയിലാണ്. അതായത് 2.6 crores ഓഫ് ഷെയർസ് ആണ് കമ്പനി വിറ്റഴിക്കുന്നത് ഈ അവസരത്തിൽ. ടോട്ടൽ IPO സൈസ് നമുക്കറിയാം 525.14 കോടി രൂപയ്ക്കുള്ളതാണ്. 80 ഓഹരികളാണ് ഒരു റീറ്റെയിലറെ സംബന്ധിച്ച് മിനിമം വാങ്ങേണ്ടത്. അങ്ങനെ 13 ലോട്ട് വരെ അവർക്ക് വാങ്ങാവുന്നതാണ്. HNI ഗ്രൂപ്പിലാണെങ്കിൽ 14 മുതൽ 68 ലോട്ട് വരെ അവർക്ക് വാങ്ങാവുന്നതാണ്. റീറ്റെയിൽക്കാർക്ക് വിൽക്കപ്പെടുന്നത് 35% ഓഹരികളാണ്. 15% ഓഹരികളാണ് HNIസിന് കൊടുക്കുന്നത്. ബാക്കി ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ്. അലോട്ട്മെൻറ്റ് വരുന്നത് ഫെബ്രുവരി 27 ആയിരിക്കും. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണിത്. ഫെബ്രുവരി 29 ആയിരിക്കും ലിസ്റ്റിംഗ് എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. എന്തായാലും ഇത് വാങ്ങണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നവരോട് പറയാനുള്ളത്, ഇത് തികച്ചും നല്ല ഒരു കമ്പനി തന്നെയാണ്. വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മിഡ് സൈസ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ആണ്. ഇവർ പ്രധാനമായിട്ടും കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. നല്ലൊരു സ്കോപ്പുള്ള ഒരു ബിസിനസ് തന്നെയാണ്. അപ്പോൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നാൽ ഷോർട്ട് ടൈം ആയിട്ട് ഇപ്പോൾ ലിസ്റ്റിംഗ് ഗെയിൻ പ്രതീക്ഷിച്ച് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അത്ര പ്രതീക്ഷ വേണ്ട എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത്. GPT ഹെൽത്ത് കെയറിൻ്റെ ഇഷ്യൂ വിശേഷങ്ങൾ കേട്ടല്ലോ. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, കമൻറ്റുകൾ ഇടാൻ മടിക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോയെ എല്ലാ രീതിയിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് മറ്റൊരു IPO വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.